ഹലോ ഗായ്സ്, നമുക്കിന്ന് ഹാലിഫാക്സിലെ ഐക്കയിൽ പോകാം. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഐക്യ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. കയറി ചെന്ന ഉടനെ കുറച്ച് കാൻഡിൽസ് കണ്ടു. അതായത് സെൻറ്റഡ് കാൻഡിൽസ്. നല്ല രസമാണ് ഇത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ കാണുന്ന ആ ഒരു ബെറീസിൻ്റെ ആ ഒരു ഫ്ലേവറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു മണമായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നടന്നു പോകുമ്പോൾ കുറേ പാത്രങ്ങളും, അതായത് കിച്ചൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നല്ല ഗ്ലാസിൻ്റെ ഈ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതും അതിൻ്റെ ലിഡ്സ് ഒക്കെ നല്ല ലാഭത്തിന് കിട്ടുന്നുണ്ട്. ഡോളറാമയിലൊക്കെ നമ്മളിത് കാണുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാറില്ലേ ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു തട്ടമില്ലേ, അതുപോലത്തെ സംഭവങ്ങൾ കണ്ടു. അതൊക്കെ ശരിക്കും മറ്റേ ട്രേസ് ആണ്. ഇതേപോലത്തെ അങ്ങനെ ബാംബൂസിൻ്റെതുണ്ട്, തടിയുടേതുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി തട്ടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. കുറേ നേരം നടന്ന് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ എടുത്ത് നോക്കി നോക്കി വെക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ തൽക്കാലം ഒന്നും വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ഡുവറ്റ് കവർ കണ്ടു. ഡുവറ്റ് കവർ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, അറിയില്ലെങ്കിൽ നമ്മുടെ ഈ കംഫർട്ടറിൻ്റെ കവർ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ വെറുതെ എടുത്തു. പിന്നെ നല്ല പില്ലോസ്, ഒരുപാട് വെറൈറ്റി പില്ലോസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ അമുങ്ങിയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉയർന്നു വരും. പിന്നെ അവിടെ ദേ ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ലൊക്കേറ്റ് ചെയ്യാൻ മാത്രമല്ല, അത് പിന്നെന്താണ്, അതിൻ്റെ റേറ്റ് അറിയാനും അതിൻ്റെ പല മോഡൽസ് കാണാനും നമുക്ക് ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമ്മുടെ മൊബൈലിലൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ പ്രൈസ്, ബ്രാൻഡ്, കളർ, അങ്ങനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് എല്ലാം നമുക്ക് ഏത് അയിലാണ് ഏത് ബിന്നിലാണെന്നൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. നടന്ന് മടുത്തപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ സ്ക്രീനിൽ ഓരോന്ന് സെർച്ച് ചെയ്തു. സ്റ്റോറേജ് ക്യാബിനറ്റും അതുപോലെ ബെഡ് ഫ്രെയിംസ്, പിന്നെ ഒരു സ്റ്റെപ്പ് സ്റ്റൂൾ വേണമായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയാണ്, വില എത്രയാണെന്നൊക്കെ അതിൽ കുറച്ച് നേരം സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ നേരം നടന്ന് അങ്ങോട്ട് പോയപ്പോൾ ചെടികൾ കണ്ടു. ഈ കാണുന്ന ചെടികളെല്ലാം ആർട്ടിഫിഷ്യലാണ്. കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും, ചിലതാണെന്നുണ്ടെങ്കിൽ തീരെ അറിയേയില്ല. എനിക്ക് ചെടികളും വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. ഈ തൽക്കാലം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഉടനെ നോക്കുന്നില്ല. അതിൽ തന്നെ ദേ ഈ കാണുന്ന നമ്മുടെ പണ്ടൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ വാഴയുടെ പോലത്തെ റിസംബ്ലൻസ് ഉള്ള ഒരു പൂവൊക്കെ, അതുണ്ടായിരുന്നു. ദേ ഈ കാണുന്നതെല്ലാം നല്ല ലാഭമുണ്ട്. ഈ 3 എണ്ണത്തിന് 399 സംതിങ് ആണ്. അപ്പോൾ അത് പക്ഷെ കാണുമ്പോൾ നമുക്ക്, അതായത് അടുത്ത് കാണുമ്പോൾ നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ദേ ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പം കുറച്ച് ഇതായിട്ട് ഒറിജിനൽ പ്ലാന്റ്സിനോട് തന്നെയാണ് താല്പര്യം. ആർട്ടിഫിഷ്യൽ തീരെ ഉപയോഗിക്കില്ല എന്നൊന്നുമില്ല, ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ ശരിക്കുള്ള പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് വന്നു. ഇതിന് മുമ്പ് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് സമ്മറും ഒക്കെ കഴിഞ്ഞ് ഫാളിലേക്ക് എത്തുന്ന സമയത്ത് എന്തോ ആയിരുന്നു ആ സമയം വന്നത്. അപ്പോൾ പ്ലാന്റ്സിനെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പീസ് ലില്ലിയാണ്. അതെനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു സംഭവമാണ്. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ ഇല്ല. പിന്നെ ഈ കാണുന്നതിലും ഒരു സാധനം എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. അതെ, ആ കുഞ്ഞ് തെങ്ങിൻ്റെ പോലത്തെ ഇരിക്കുന്നത്, അതും വാങ്ങിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഞാൻ കണ്ടു പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം നല്ല ഭംഗിയുണ്ട്. ബോൺസായി അതിനോടൊന്നും വലിയ താല്പര്യമില്ല. സ്നേക്ക് പ്ലാന്റ്സ് അതെൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. എന്തായാലും അത് കൊള്ളാം. പിന്നെ ഞാൻ കണ്ടത് ദേ ഒരു കിച്ചൻ്റെ സിങ്കാണ്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ സെറ്റപ്പും അതിലുണ്ട്. സ്റ്റൗവിൽ ബട്ടൺസ് 2 വരുന്നുണ്ട്. അത് ലൈറ്റൊക്കെ കത്തുമെന്ന് തോന്നുന്നു. പിന്നെ പൈപ്പിൻ്റെതും തിരിക്കാൻ പറ്റും. ഇത് ശരിക്കും പൈപ്പൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സ്പാർക്ലിംഗ് വാട്ടറും കുറച്ച് ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഐക്യയിൽ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള ഐക്യ പ്രൊഡക്ട്സും അവൈലബിൾ ആണെന്നുള്ളത്. അതായത് മുമ്പ് പ്രീ ഓൺഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്, ത്രിഫ്റ്റ് സ്റ്റോർ ഒക്കെ പോലെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം നാടി.